ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലോർഡ് റൈസ് ഒരു ബാഗും പിടിച്ചുകൊണ്ട് ഹിസ്റ്റോറിയുടെ അടുത്തോട്ട് വരുന്നതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് ഹിസ്റ്റോറിയ. ഫ്രീഡ ഇനിയും പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല. അവളുടെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിന്റെ സിസ്റ്ററെ നിനക്ക് കാണണോ എന്ന് അവരോട് ചോദിക്കുന്നു. വളരെ ആകാംക്ഷയോടെ വേണമെന്ന് ഹിസ്റ്റോറിയും പറയുന്നു. ഇത് കേട്ട് റൈസ് ആ ബാഗിൽ നിന്നും ഒരു പെട്ടി പുറത്തോട്ട് എടുക്കുന്നു. അത് തുറന്നു നോക്കി നമ്മൾ കാണുന്നത് ഒരു സെറിഞ്ചാണ്. ഇത് കണ്ട് എറിന് പഴയ ഓർമ്മകൾ വരുന്നു. മനസ്സിലായോ എറിൻ, നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നത് നീ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് കണ്ട് എറിൻ അവിടെ കടന്ന് ഒച്ച വെക്കുന്നു. ഇതേ സമയമാണ് പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഇന്റീരിയർ സ്ക്വാഡിന് മുൻപിലുണ്ടായിരുന്ന ഒരു ഡോർ ആരോ ചവിട്ടി തുറക്കുന്നത്. പെട്ടെന്ന് അതുവഴി എന്തോ സാധനം ഉരുണ്ടു വരുന്നു. എന്താണതെന്നും പറഞ്ഞ് ഇവർ നോക്കുന്ന സമയത്താണ് ലീവൈ സ്ക്വാഡ് അങ്ങോട്ട് ഓടി വരുന്നത്. ഹാഞ്ചിയുടെ കയ്യിലുണ്ടായിരുന്ന തീ കത്തുന്ന ഒരു അമ്പ് വെച്ച് അവൾ അതിലോട്ട് ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്നാണ് അത് പൊട്ടിത്തെറിച്ച് അവിടെ മുഴുവനായിട്ടും കറുത്ത പുകകൾ പടരുന്നത്. എന്തായത്? ഗൺ പൗഡർ? അതെ, എണ്ണ നിറച്ച സഞ്ചികളിലാക്കിയിട്ടാണ് അവരിത് പ്രവർത്തിപ്പിക്കുന്നത്. ഇതേ സമയം ആ പുക അവിടെ മുഴുവനായിട്ടും പടർന്നിരുന്നു. സേഫ് ആയിട്ടുള്ള സ്ഥലം മനസ്സിലാക്കിയ കോണി അവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. പുകക്കുള്ളിലൂടെ കറക്റ്റ് ആയിട്ട് ഉന്നം പിടിക്കാൻ ഇന്റീരിയൻ സ്ക്വാഡിന് സാധിക്കുന്നില്ല. 24, 32, 35, അതെ 35 പേർ. അവർ ആ തൂണുകൾക്ക് പുറകിലാണ്. പ്ലാൻ ചെയ്തതുപോലെ തുടരുക. എല്ലാത്തിനെയും ഇവിടെ വെച്ച് നമ്മൾ തീർക്കും എന്ന് പറയുകയാണ് ക്യാപ്റ്റൻ ലീവായ്. ഹേയ്, എല്ലാവരുടെയും ലക്ഷ്യം വിജയം മാത്രമായിരിക്കണം. ഓരോരുത്തരെയും വെറുതെ വിടരുത് എന്ന് പറയുവാണ് ഇന്റീരിയൻ സ്ക്വാഡ്. ഇതേ സമയം ആ പുകയുടെ ഒക്കെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഇന്റീരിയൻ സ്ക്വാഡിന് സർവേ കോപ്സ് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആർമിൻ പറഞ്ഞൊരു കാര്യം നമ്മൾ കേൾക്കുന്നത്. അവരുടെ 3D ഗിയറിന് ഒരു പോരായ്മയുണ്ട്. അവരുടെ തോക്കും ആങ്കറുകളും ഒരേ ദിശയിലോട്ട് പോകുന്നത് പോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം അത് ഉപയോഗിച്ച് അവർക്ക് പുറകിലൂടെ ഉന്നം വെക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് 2 ഫയർ ചെയ്തു കഴിഞ്ഞാൽ അത് റീലോഡ് ചെയ്യേണ്ടി വരും. അതിന് നല്ല സമയമെടുക്കും. ഇതേ സമയം ഇന്റീരിയർ സ്ക്വാഡിന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഓ, ഇത് പണിപ്പാളും. ആ പെണ്ണേതാ? അവളുടെ കയ്യിലുള്ള ബ്ലേഡുകളും അവളുടെ ആ വരവും കണ്ടാൽ തന്നെ അറിയാം അവൾക്കാ ഇവിടെ വിജയ സാധ്യത കൂടുതൽ. ഏയ്, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇങ്ങനെ പോയ ഞങ്ങൾ എല്ലാവരും എന്ന് ചിന്തിക്കുവാണ് ആ ലേഡി. ഇതേ സമയം ലീവായ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേരെ ഒരേ സമയം അടിച്ച് താഴെ ഇടുന്നു. പെട്ടെന്നാണ് ഹേ ലീവായ് എന്ന് വിളിച്ചുകൊണ്ട് റിപ്പർ കെനി അങ്ങോട്ട് വരുന്നത്. ഹേ ലീവായ്, നിനക്ക് വേണ്ടി കളയാൻ സമയം ഉണ്ടായിട്ടല്ല. പക്ഷെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഞങ്ങൾ ചെയ്തതെല്ലാം വെറുതെ ആകും എന്ന് പറഞ്ഞ് കെനി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ലീവായും വെറുതെ ഇരിക്കുന്നില്ല. അവന്റെ പുറകെ തന്നെ പോകുന്നു. നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നതല്ലേ, ശത്രുവിനെ പിന്തുടരുമ്പോൾ മുന്നോട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് നോക്കണം മണ്ട എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് കെനി. മുഖത്ത് ചെറിയൊരു സ്ക്രാച്ച് ആയ ലീവായ് എണ്ണ നിറച്ചൊരു ബാഗ് അവനെ നേരെ എടുത്ത് എറിയുന്നു. അതെന്താണെന്ന് മനസ്സിലാവാത്ത കെനി അത് ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ അതിനകത്തുനിന്നും മാസായിട്ട് വന്ന ക്യാപ്റ്റൻ ലീവായ് കെനി ഒറ്റ വെട്ടുന്നു. ഓ കൊള്ള പൊന്നി, അതെനിക്ക് നല്ലോണം അങ്ങ് കൊണ്ടു എന്ന് പറഞ്ഞ് കെനി അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് ഇന്റീരിയർ സ്ക്വാഡിലെ ആ ലേഡിയുടെ മുന്നോട്ട് പെട്ടെന്ന് ഹാഞ്ചി വരുന്നത്. ഓ, രണ്ടും മിസ്സായല്ലോ. നിനക്കും റിസ്ക് എടുക്കാൻ വളരെ ഇഷ്ടമാണല്ലേ എന്ന് പറഞ്ഞ് ഹാഞ്ചി അവളുടെ പുറകെ പോകുന്നു. പെട്ടെന്ന് തന്നെ ആ ലേഡി ഹാഞ്ചിക്ക് നേരെ തിരിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവളുടെ 3D ഗിയർ ഉപയോഗിക്കുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായതുകൊണ്ട് അതുകൊണ്ട് ഹാഞ്ചി പെട്ടെന്ന് തന്നെ തൂണിലടിച്ച് താഴെ വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും ഒരു നിമിഷം ഷോക്ക് ആവുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇന്റീരിയൻ സ്ക്വാഡ് എല്ലാം അവസാനത്തെ പോസ്റ്റിലോട്ട് പുറപ്പെടുന്നു. സർവേ കോപ്സിനെ തടയാൻ വേണ്ടി അവരവിടെ ഒരു നെറ്റ് കെട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ, അവിടെ ആ പരിപാടി നടക്കണം. ആ, ഞാൻ അവിടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് കെനി ലോർഡ് റൈസിന്റെ അടുത്തോട്ട് പോകുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ലോർഡ് റൈസ് ഹിസ്റ്റോറിയോട് കുത്തിവെക്കാൻ പറഞ്ഞ ഈ സിറിഞ്ചിനുള്ളിൽ നട്ടെല്ലിൽ നിന്നും ശേഖരിച്ച ഒരു ദ്രാവകമാണെന്ന് പറയപ്പെടുന്നു. ഈ ഇഞ്ചക്ഷൻ കുത്തിവെച്ചാൽ ഒരു വ്യക്തി സാധാ ടൈറ്റൻ അല്ലെങ്കിൽ ഒരു പ്യുവർ ടൈറ്റൻ ആയിട്ട് മാറും. ഹിസ്റ്റോറിയ, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി വൈകിക്കേണ്ട. ഇത് കേട്ട് എറിൻ വീണ്ടും അവിടെ കടന്ന് ഒച്ചയുണ്ടാക്കുന്നു. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ഒരു പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി കാണും. അന്ന് മോഷ്ടിക്കപ്പെട്ട ആ ശക്തി അറിയിക്കുന്ന സ്ഥലത്തോട്ട് തിരിച്ചു വരും. ഹിസ്റ്റോറിയ, അത് നിന്നിലേക്ക് തന്നെ വരും. 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ടൈറ്റൻ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഗുഹ നിർമ്മിച്ചത്. ആ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെയുള്ള 3 മതിലുകളും സൃഷ്ടിച്ചത്. ആ മതിലുകൾ കാരണം എല്ലാ മനുഷ്യരും വളരെയധികം സേഫായി. അവസാനം ആ ടൈറ്റൻ തന്നെ മനുഷ്യരുടെ ഹൃദയത്തിലോട്ടെത്തി അവരുടെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞു. നിരവധി രക്തബന്ധത്തിൽ പെടുന്ന ഫാമിലീസിൽ ഈ ശക്തി ഫലിച്ചിരുന്നില്ല. പക്ഷെ അവരുടെ തലമുറകളും അവശേഷിച്ച മനുഷ്യരും ഈ മതിലുകൾക്ക് മുൻപേ ഉണ്ടായിരുന്ന കാലത്തിന്റെ ഓർമ്മകളെല്ലാം മറന്നുപോയി. എന്നാ ഒരാൾക്ക് മാത്രം അതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു.
ഫ്രീഡ റെയ്സ്. ഫ്രീഡയ്ക്ക് ടൈറ്റനുകളുടെ ശക്തി മാത്രമായിരുന്നില്ല ലഭിച്ചത്, ഈ ലോകത്തിന്റെ രഹസ്യവും ആരംഭവും എല്ലാം അവൾക്കറിയാമായിരുന്നു. ആ അറിവുകളെല്ലാം അവൾക്ക് കിട്ടിയപ്പോ അവൾക്ക് വെറും 15 വയസ്സായിരുന്നു. 8 വർഷം മുൻപ് ഇവിടെ വെച്ച് എന്റെ അനിയൻ യൂറിയെ തിന്നതുകൊണ്ട് ഫ്രീഡയ്ക്ക് ഫൗണ്ടിങ് ടൈറ്റന്റെ ശക്തിയും കൂടെ ഈ ലോകത്തിന്റെ ഓർമ്മകളും ലഭിച്ചു. ഈ 100 വർഷങ്ങൾക്കിടയിൽ പല തലമുറകൾ കൈമാറി വന്ന ഒരു ശക്തിയായിരുന്നു ഇത്. ഫ്രീഡ ആ ശക്തി നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടൈറ്റനുകളെ ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞേനെ. പക്ഷെ അതിനു മുൻപ് ഇവന്റെ അച്ഛൻ ആ ശക്തി മോഷ്ടിച്ചു. ആ ശക്തി ഇപ്പോ ഇവന്റെ കയ്യിലാണ്. എന്നാൽ റെയ്സ് ഫാമിലിയിലുള്ള ഒരാൾക്ക് മാത്രമേ ആ ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ. ആ ശക്തി ഇവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് പറയാണ് റെയ്സ്. പെട്ടെന്നാണ് റിപ്പർ കെനി അങ്ങോട്ട് വരുന്നത്. റെയ്സ് ഫാമിലിയുള്ള ഒരാൾ മാത്രം എറിനെ തിന്നാലേ അവർക്ക് രാജാവാൻ പറ്റുള്ളോ? അപ്പോ ഞാനൊരു ടൈറ്റനായി മാറി എറിനെ തിന്നാൽ ഒന്നും മാറില്ലേ എന്ന് ചോദിച്ച് റിപ്പർ കെനി എറിനെ തൂക്കി പിടിക്കുന്നു. നീ എന്തീ ചെയ്യുന്നേ? ഞാൻ നിന്നോട് കള്ളം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നീ പറയുന്നത് സത്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഒരു മണ്ടനെ പോലെ ക്ഷമയോടെ ഞാൻ കാത്തിരുന്നത്. ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. ഈ ശക്തിയാണ് എന്റെ ലക്ഷ്യമെന്ന് നിനക്കറിയാമായിരുന്നു. നീ എന്നെ യൂസ് ചെയ്യായിരുന്നില്ലടാ നോയിന്റെ മോനെ. നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. നിന്നെപ്പോലൊരു തെരുവ് നായയെ ദത്തെടുത്ത എന്റെ മണ്ടനായ അനിയന്റെ തീരുമാനം. ഊരിയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയോ? ഇതിനകത്തിരിക്കുന്ന ബുള്ളറ്റ് പിന്നെ നിന്റെ തലക്കകത്തായിരിക്കും. നിർത്ത്, അച്ഛനെ വിട്, നിർത്ത്, മാറി നിൽക്ക. എന്തൊരു മണ്ടിയാണ് നീ ഹിസ്റ്റോറിയ. നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? നിന്റെ അച്ഛൻ നിന്നെ ഒരു ടൈറ്റനാക്കി മാറ്റി എറിനെ നിന്നെ കൊണ്ട് തീറ്റിപ്പിക്കാൻ പോവാ. ഇത് കേട്ട് ഹിസ്റ്റോറിയ എറിനെ ഒന്ന് നോക്കുന്നു. സോ അവൾക്ക് ഈ കാര്യം അറിയാവുന്നതാണ്. ഇതെന്റെ ഡ്യൂട്ടിയാണ്. അതെ, ഞാൻ എറിനെ തിന്ന ശേഷം ഞാൻ എന്റെ ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരും. പിന്നീട് ഈ ലോകത്തിന്റെ എല്ലാ രഹസ്യവും ഞാൻ മനസ്സിലാക്കും. ടൈറ്റനുകളെ ഞാൻ മുഴുവനായിട്ടും ഇല്ലാതാക്കും. അതാണ് എന്റെ കടമ എന്ന് പറയുവാണ് ഹിസ്റ്റോറിയ. ഓഹോ ഹിസ്റ്റോറിയ, ഇവൻ ചെയ്ത കാര്യങ്ങളെല്ലാം നീ മറന്നോ? ഇവന് നിന്റെ രക്തം മാത്രം മതി. സ്വയം ടൈറ്റനാവാൻ ഇവന് പേടിയാണ്. തനിക്ക് മുൻപേ തന്റെ അനിയനെയും മക്കളെയും അതിലോട്ട് തള്ളിവിട്ട ഒരു നാറിയാണ് ഇയാൾ. അങ്ങനെ ഒരുത്തനെയാണ് നീ നിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. അല്ല ഹിസ്റ്റോറിയ, അല്ല, ഞാൻ ടൈറ്റനാകാൻ പാടില്ല. അതാണ് സത്യം. എല്ലാ ദൈവം പറയുന്ന പോലെയല്ല. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് കെനി അവനെ വെറുതെ വിടുന്നു. കെനി, നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കാണ് റെയ്സ്. ഇനി വേണമെങ്കിൽ ടൈറ്റനായി മാറിക്കോളൂ, ഞാൻ അതിന് തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞ് കെനി എറിന്റെ അടുത്തോട്ട് പോകുന്നു. പക്ഷേ ഈ പരിപാടി ഇവിടെ നടക്കില്ല. എറിന്റെ ശക്തിക്ക് വേണ്ടി നിനക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ പോരാടാം. അതിൽ ഹിസ്റ്റോറിയ ജയിച്ചാൽ എല്ലാം നീ പറയുന്നത് പോലെ നടക്കും. പക്ഷേ വിജയിക്കുന്നത് എറിനാണെങ്കിൽ എല്ലാം ഇപ്പോ ഉള്ളതുപോലെ തന്നെ നടക്കും. ചാവുന്നത് വരെ ഒന്നിനും കൊള്ളാതെ ജീവിക്കണോ? അതൊരു ജീവിതമാണോ എന്ന് ചോദിക്കുവാണ് കെനി. ഇതേ സമയം തന്നെ റെയ്സ്, ഹിസ്റ്റോറിയ, നിന്നെ ഒരു പവർഫുൾ ടൈറ്റനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നീ അവനെ കഴിച്ചാൽ മാത്രം മതി. അവന്റെ നട്ടലിലുള്ള ആ സ്രവം കുടിക്കാൻ നീ മറക്കരുത് എന്ന് പറഞ്ഞ് റെയ്സ് ആ ഇഞ്ചക്ഷൻ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. എറിൻ, എന്തുകൊണ്ടാ നീ ട്രാൻസ്ഫോം ആവാത്തെ? ഇതൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. 5 വർഷം മുൻപ് എന്റെ അച്ഛൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചേനെ. പക്ഷെ അതിനു മുൻപ് എന്റെ അച്ഛൻ ആ ശക്തി മോഷ്ടിച്ചു. ആ കാരണം കൊണ്ട് എത്ര പേരാണ് മരിച്ചത്? ആർമിന്റെ അപ്പൂപ്പൻ, തോമസ്, ഞാക്ക്, മീന, മിലിയസ്, മാർക്കോ, പഴയ ലീവൈ സ്കോഡ്, സ്റ്റേഴ്സിലെ ജനങ്ങൾ, ഹാനസ്. ഇതിനെല്ലാം പ്രായച്ചിത്തം ചെയ്യാൻ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ട്രെയിനിങ് എടുത്തതും മതിലുകൾക്ക് പുറത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടത്. ഞാൻ ഒരിക്കലും ഒരു ടൈറ്റൻ ആവാൻ പാടില്ലായിരുന്നു. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതെല്ലാം അവസാനിപ്പിക്കാനായി നിനക്ക് നിന്ന് തരുക എന്ന് മാത്രമാണ്. എന്നെ തിന്നോളൂ, എന്നിട്ട് മനുഷ്യരാശിയെ രക്ഷിക്കൂ. നിനക്ക് മാത്രമേ അതിനെ കഴിയൂ എന്ന് പറയുവാണ് എറിൻ. ഇതേ സമയം ഹിസ്റ്റോറിയ അവരിതിനു മുൻപ് സംസാരിച്ചതും ഏമറിനെ പറ്റിയും ഒക്കെ ആലോചിക്കുന്നു. ഹിസ്റ്റോറിയ ആ ഇഞ്ചക്ഷൻ വെക്കാത്തത് കണ്ട് റെയ്സ് അങ്ങോട്ട് വരുന്നു. അച്ഛാ, എന്തുകൊണ്ടാ ഈ കഴിഞ്ഞ 100 വർഷമായിട്ട് റെയ്സ് കുടുംബം ടൈറ്റനുകളെല്ലാം ഇല്ലാതാക്കി മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശ്രമിക്കാഞ്ഞതാ? ടൈറ്റനുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇത്രയും നാളായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ഇത് കേട്ട് റൈസ്, ഈ ലോകത്തിന് ചുറ്റുമുള്ള ഈ മതിലുകൾ സൃഷ്ടിച്ചത് ആദ്യത്തെ റെയ്സ് രാജാവാണ്. അവരാഗ്രഹിച്ചിരുന്നത് നമ്മളെന്നും ടൈറ്റനുകളെ പേടിച്ച് ജീവിക്കണമെന്നായിരുന്നു. സമാധാനത്തിനുള്ള ഒരേയൊരു വഴി അതായിരുന്നെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിന്റെ കാരണം എനിക്കറിയില്ല. ഈ ലോകത്തിന്റെ രഹസ്യം കണ്ടവർക്ക് മാത്രമേ അതറിയൂ. വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റനുകളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ ഞാനും എന്റെ അനിയനും പലതവണയായി അച്ഛനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കാൻ പോലും പക്ഷെ അപ്പ അച്ഛൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരിക്കൽ ആ ശക്തി കൈമാറാനുള്ള സമയം വന്നു. ആ ശക്തി കിട്ടിയതിനു ശേഷം ഞാൻ എന്റെ അനിയന്റെ കണ്ണിലോട്ട് നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, എല്ലാം ഭരിക്കുന്ന അയാൾ, എല്ലാം അറിയുന്ന സർവശക്തനായിരിക്കണം. അതായിരുന്നു എന്റെ അനിയനായി തീർന്നത്. അങ്ങനെയുള്ളവനെ എന്ത് വിളിക്കണമെന്ന് അറിയാമോ നിനക്ക്? ദൈവം. അതായിരുന്നു ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തെ തിരിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കണം. അതാണ് എന്റെ കടമ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹിസ്റ്റോറിയ. ആ ദൈവം മനുഷ്യരാശിയെ നിയന്ത്രിക്കുന്നത് എനിക്ക് കാണണം. ഇത് കേട്ട് ഹിസ്റ്റോറിയ പണ്ട് ഏമർ പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നു. ക്രിസ്റ്റ, നിന്റെ ജീവിതം എങ്ങനെ നീ ജീവിക്കണമെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. സോ ഇതെന്റെ ആഗ്രഹം മാത്രമാണ്. നീ നിനക്ക് അഭിമാനിക്കാനാവുന്ന ഒരു തരത്തിൽ ജീവിക്കണം. ഇതാലോചിച്ച് ഹിസ്റ്റോറിയ പെട്ടെന്ന് തന്നെ ആ ഇഞ്ചക്ഷൻ വലിച്ചെറിയുന്നു. താഴെ വീണ് അത് പൊട്ടുന്നു. ഇത് കണ്ട് ദേഷ്യത്തോട് അവിടെ കിടന്ന് അലറുവാണ് റേസ്. നീ എന്താടി ചെയ്തേ എന്ന് ചോദിച്ച് അവളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഹിസ്റ്റോറിയ അവനെ വാരിയെടുത്ത് നിലത്തടിക്കുന്നു. ദൈവം മണ്ണാൻ കട്ട. സ്വാർത്ഥനായ ഒരുത്തന്റെ ന്യായീകരണം മാത്രമാണ് ഇതെല്ലാം. എനിക്ക് മതിയായി. നിങ്ങൾ എന്നെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയ എറിന്റെ അടുത്തോട്ട് ഓടുന്നു. ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൊള്ളാം. എന്താണ് നീ ചെയ്യുന്ന ഹിസ്റ്റോറിയ എന്ന് ചോദിക്കുകയാണ് എറിൻ. എറിൻ, വേഗം രക്ഷപ്പെട്. ഇല്ല, നിർത്ത്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആളുകൾ ഇനിയും നരകിക്കും. വേഗം എന്നെ തിന്ന്. ഇത് കേട്ട് ഹിസ്റ്റോറിയ അവന്റെ മണ്ടക്കിട്ടൊന്നും കൊടുക്കുന്നു. നിനക്ക് ടൈറ്റനുകളെല്ലാം ഇല്ലാതാക്കണ്ടേ? അതിന് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിനക്ക് മനുഷ്യരാശിയെ രക്ഷിക്കണമെന്നില്ലേ? എന്നാ അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ഞാനാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രു. മനസ്സിലായോ നിനക്ക്? എന്നെപ്പോലെ ഒരുത്തി വേറെ എവിടെയും കാണില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്. അതിനുശേഷം ഇവിടെയുള്ളതെല്ലാം ഞാൻ നശിപ്പിക്കും. ഇതേ സമയം ലോറൈസ്, അച്ഛാ, ഊരി, ഫ്രീഡ, എനിക്ക് വേണ്ടി കാത്തു നിൽക്ക്. ഞാനിതാ വരുന്നു. പെട്ടെന്നതാ അങ്ങനെ ഒരു ടൈറ്റനായി മാറുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.